സൂംബ ഡാൻസ് ആരെയും അടിച്ചേൽപ്പിക്കരുതെന്ന പ്രതിപക്ഷം എതിർക്കുന്നവരുമായി ചർച്ച നടത്തണമെന്ന് നേതാവ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. സൂംബയെ എതിർക്കുന്നതിനെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സൂംബ വിഷയം സർക്കാരിന് പരിഹരിക്കാനാകുമെന്നും പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള നാടായി കേരളം മാറിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അവർക്ക് ഉപയോഗിക്കാൻ വിഷയങ്ങൾ ഇട്ടുകൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. സൂംബ ഡാൻസിനെ എതിർക്കുന്നത് അല്പജ്ഞാനികളെന്ന് സ്പീക്കർ എ.എൻ. ഷംസീർ. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. സൂംബ വിവാദം നിർഭാഗ്യകരമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഈ കാലത്ത് ഇങ്ങനെ വികലചിന്ത ഉണ്ടാകുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കണമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു. ഇത്രയും ഇങ്ങനെ ഒരു വികലചിന്ത ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. അതേസമയം ഹുസൈൻ മടവൂരിന് മറുപടിയുമായി മന്ത്രി ആർ ബിന്ദു രംഗത്ത് വന്നു. വസ്ത്രം ധരിക്കാതെയല്ല കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്യുന്നതെന്നും യൂണിഫോം ധരിച്ചാണ് ഡാൻസ് ചെയ്യുന്നതെന്നും മന്ത്രി തൃശ്ശൂരിൽ പ്രതികരിച്ചു. സൂംബ ഡാൻസ് വസ്ത്രമില്ലാതെ ചെയ്യുന്ന ഡാൻസ് അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിലും ആരോഗ്യ പരിപാലനത്തിനുള്ള സെഷനുകൾ ഉണ്ടെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടെന്ന കാര്യമില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.